ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യം മുന്നിൽ വരുമ്പോഴും മോശമായ ഒരു പരിതസ്ഥിതി നമുക്ക് മുന്നിലെത്തുമ്പോഴും ഏറ്റവും ആദ്യം നമ്മൾ ആ സാഹചര്യത്തിന് ബ്ലെസ്സിങ്സ് നൽകുകയാണ് വേണ്ടത്. ആ സാഹചര്യത്തെ അനുഗ്രഹിക്കുക. ഈ സാഹചര്യം എനിക്കായി നല്ലതിലും നല്ലതു മാത്രമാണ് കൊണ്ടുവരുന്നത് എന്നൊരു അനുഗ്രഹമാണ് ആ പരിതസ്ഥിതിക്ക് നൽകേണ്ടത്. അപ്പോൾ അതിന് നൽകാനാവുന്ന ഏറ്റവും ഉയർന്ന വൈബ്രേഷൻസ് ഉള്ള അനുഗ്രഹം ഇതാണ്. ദർ ഇസ് ബെനിഫിറ്റ് ഇൻ ദിസ് സിറ്റുവേഷൻ ദറ്റ് ഹാസ് ഹാപ്പൻഡ്. ആ സാഹചര്യത്തിൽ യാതൊരു ബെനിഫിറ്റും കാണാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ഇങ്ങനെ തന്നെ അതിനെ അനുഗ്രഹിക്കണം. ബ്ലെസ്സിങ്സ്, ആശീർവാദങ്ങൾ എന്നാൽ എന്താണ്? എന്താണോ നമുക്ക് കാണാൻ കഴിയാത്തത് അതിനെ യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ബ്ലെസ്സിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാണാനാവാത്ത ഒരു കാര്യത്തെ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് മാനിഫെസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒരു സാഹചര്യം മുന്നിൽ വന്നാലുടൻ 5 മിനിറ്റിന് ശേഷമല്ല, 5 ദിവസങ്ങൾക്ക് ശേഷവുമല്ല, ആ സിറ്റുവേഷൻ മുന്നിൽ വന്നാലുടൻ നിങ്ങളുടെ മനസ്സിലേക്കെത്തുന്ന ആദ്യത്തെ ചിന്ത ആ സാഹചര്യത്തിനുള്ള ബ്ലെസ്സിങ്സ് ആകണം. ബ്ലെസ്സിങ്സ് ഹാസ് ടു ബി യുവർ ഫസ്റ്റ് തോട്ട്. എല്ലാ കാര്യങ്ങളിലും മംഗളം മാത്രമേ ഉണ്ടാകൂ എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? പലപ്പോഴും പുറമേ കാണുമ്പോൾ യാതൊരു വിധത്തിലുള്ള മംഗളങ്ങളുമില്ല എന്ന് തോന്നുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ നടക്കാറുണ്ട്. പുറമേ കാണുന്നവയാണ് നമുക്ക് നല്ലത് എന്നാണ് നമുക്കെല്ലാവർക്കും തോന്നാറുള്ളത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പുറമേക്ക് യാതൊരു മംഗളവും ആ സമയത്ത് കാണാൻ കഴിയാറുമില്ല. എന്നാൽ ഏത് സാഹചര്യത്തിലും ഏറ്റവും പ്രധാനമായത് അതേക്കുറിച്ചുള്ള നമ്മുടെ ആദ്യത്തെ ചിന്തയാണ്. ഇതിലും എന്തോ ഒരു മംഗളം അടങ്ങിയിട്ടുണ്ട് എന്ന ഒരു ചിന്ത നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ആദ്യം മംഗളം നടക്കുന്നത് നമ്മുടെ മനസ്സിനകത്താണ്. നമ്മുടെ മാനസികാവസ്ഥ സ്റ്റേബിളാകും, മാനസിക സ്ഥിതി ശരിയാകും. മാനസിക സ്ഥിതിയുടെ സ്വാധീനം പരിതസ്ഥിതിയെ സ്വാധീനിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ ആ പരിതസ്ഥിതിയിൽ യാതൊന്നും ശരിയായ രീതിയിലല്ല നടക്കുന്നത് എന്ന് കരുതുക. സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും നമ്മുടെ കൺട്രോളിലായിക്കൊള്ളണമെന്നില്ല. എന്നാലും യാതൊന്നും ശരിയായി നടക്കുന്നില്ലെങ്കിലും നമ്മുടെ മാനസികാവസ്ഥയെങ്കിലും ശരിയായി നിൽക്കണ്ടേ? അങ്ങനെയല്ലെങ്കിൽ പരിതസ്ഥിതികൾ കാണുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ ഡിസ്റ്റർബ്ഡ് ആവുകയും മനസ്സിൻ്റെ ശക്തികൾ കുറയാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ ഇഫക്റ്റ് നമ്മുടെ ശരീരത്തിലേക്ക് വരാൻ തുടങ്ങുന്നു. ആരോഗ്യത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ ബന്ധങ്ങളെ ബാധിക്കാൻ തുടങ്ങുന്നു. ഒരു ക്രൈസിസ് മാത്രമാണ് ജീവിതത്തിലേക്ക് വന്നത്. എന്നാൽ അതിനെ തുടർന്ന് മംഗളകരമല്ലാത്ത കാര്യങ്ങൾ, നല്ലതല്ലാത്ത കാര്യങ്ങൾ 4 ഉണ്ടാവുന്നത്. ബിസിനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാക്കാറുണ്ട്. എന്നാൽ സാമ്പത്തികമായ പ്രതിസന്ധി വൈകാരികമായ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു. വൈകാരികമായ പ്രതിസന്ധികൾ ഡിപ്രഷനിലേക്ക് നയിക്കുന്നു. മെൻ്റൽ ഹെൽത്ത് ആകെ താറുമാറാകുന്നു. ഇത്രയൊക്കെ കാര്യങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ അതെന്തായാലും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനെയും ബാധിക്കും. BP കൂടാൻ തുടങ്ങും, ഷുഗർ കൂടാൻ തുടങ്ങും. അങ്ങനെ ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. ഇത്രയൊക്കെ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ പ്രഭാവം എന്തായാലും ബന്ധങ്ങളിലും ഉണ്ടാവാതിരിക്കുമോ? ആകെ എത്ര പ്രതിസന്ധികളാണ് വന്നത്? ഒരു സാമ്പത്തിക പ്രതിസന്ധി മാത്രമാണ് ഉണ്ടായത്. എന്നാൽ നമ്മൾ അതിനെ 4 വർദ്ധിപ്പിച്ചു. ഏറ്റവും ആദ്യം ചെയ്യേണ്ട മംഗളകരമായ കാര്യം മനസ്സിൻ്റെ സ്ഥിതിയെ പെർഫെക്റ്റ് ആക്കി വെക്കുക എന്നതാണ്. അങ്ങനെ ആവുമ്പോൾ പിന്നാലെ വരുന്ന 3 പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും. അത് തന്നെ വളരെ വലിയ നല്ല കാര്യമാണ്, അല്ലേ?
അത് തന്നെ ഒരു മംഗളകാര്യമാണ്. മനസ്സ് ശരിയായിരുന്നാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തെ പോലും നമുക്ക് വളരെ എളുപ്പത്തിൽ മറികടക്കാൻ കഴിയും, സഹജമായി മറികടക്കാൻ കഴിയും. അതിനാലാണ് ഈ ഒരു വാചകം എല്ലായ്പ്പോഴും എല്ലാ സമയത്തും ആപ്ലിക്കബിൾ ആണ് എന്ന് പറയുന്നത്. ഇതിലും എനിക്ക് എന്തോ ഒരു മംഗളം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതാണ് നമ്മൾ ആ സാഹചര്യത്തിന് നൽകുന്ന അനുഗ്രഹം. ഇതാണ് ബ്ലെസ്സിങ്. കഴിഞ്ഞ 2 വർഷങ്ങളിലായി നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലും സുഹൃത്തുക്കളിലും ഓഫീസുകളിലെ സഹപ്രവർത്തകരിലുമുള്ള പല ആത്മാക്കളും അവരുടെ ശരീരം ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ആത്മാവ് തൻ്റെ അടുത്ത യാത്ര ആരംഭിക്കുമ്പോൾ നമ്മൾ അവർക്ക് എങ്ങനെയുള്ള വൈബ്രേഷൻസ് ആണ് നൽകേണ്ടത്? ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിലേക്ക് പോയി യാത്ര തുടരുന്ന ആത്മാക്കൾക്ക് നമ്മൾ എങ്ങനെയുള്ള വൈബ്രേഷൻസ് ആണ് നൽകേണ്ടത്? റെസ്റ്റ് ഇൻ പീസ്. റെസ്റ്റ് ഇൻ പീസ് എന്ന് പറയുന്നത് വെറും ഒരു വാചകം മാത്രമാണ്. അതിന് നമ്മൾ RIP എന്ന് മാത്രമാണ് എഴുതാറുള്ളത്. മുഴുവൻ വരി എഴുതാറേയില്ല. മറ്റാരെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളെ അനുകരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രചരിപ്പിക്കരുത്. ആ ആത്മാവിനു വേണ്ടി ഒരു ബ്ലെസ്സിങ് എഴുതാൻ പോലും നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പിന്നെ ഒന്നും എഴുതാതിരിക്കുകയാണ് നല്ലത്. ഇതെല്ലാം ഓരോ വാക്കുകളാണ്. പീസ് എന്ന് പറയുന്നത് ഒരു വാക്കാണ്. പി എന്ന് എഴുതുന്നത് ഒരു വാക്കല്ല, ഒരു അക്ഷരം മാത്രമാണ്. അതിന് പ്രത്യേകിച്ച് ഒരർത്ഥവുമില്ല. RIP എന്നെഴുതുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതിനൊരു അർത്ഥവുമില്ല. കൃത്യമായ അർത്ഥമുള്ള വാക്കുകൾ എഴുതുകയോ പറയുകയോ ചെയ്യാതെ വൈബ്രേഷൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ആവുക? വൈബ്രേഷൻസ് ക്രിയേറ്റ് ആവാത്തിടത്തോളം കാലം അതെങ്ങനെയാണ് ഒരു അനുഗ്രഹമായി മാറുക? മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സമയമുണ്ട്. വിസ്തരിച്ച് ഗോസിപ്സ് പറയാൻ നമുക്ക് സമയമുണ്ട്. നമുക്ക് പരിചയമുള്ള ഒരു ആത്മാവ് തൻ്റെ അടുത്ത യാത്ര തുടങ്ങുമ്പോൾ അവർക്കായി ഒരു അനുഗ്രഹം നൽകാനുള്ള 2 വാക്ക് എഴുതാൻ നമുക്ക് സമയമില്ലേ? സമയമില്ലെങ്കിൽ പിന്നെ ഒന്നും തന്നെ എഴുതാതിരിക്കുന്നതാണ് നല്ലത്. ഒരാൾ എന്താണോ എഴുതുന്നത് അത് കാണുന്ന 3ഉം 4ഉം പേർ അത് തന്നെ കോപ്പി ചെയ്യുന്നു. അങ്ങനെ അത് വെറുമൊരു ഫോർമാലിറ്റിയായി മാറുന്നു. ഒരു ആത്മാവ് തൻ്റെ യാത്ര തുടരുകയാണ്. ഏറ്റവും ഉയർന്ന വൈബ്രേഷൻസ് ആണ് അപ്പോൾ അവർക്ക് ആവശ്യം. ആ സമയത്താണ് ഏറ്റവും ഹയസ്റ്റ് വൈബ്രേഷൻസ് അവർക്ക് ആവശ്യമുള്ളത്. എന്നാൽ ആ സമയത്ത് നമ്മൾ അവർക്ക് ഏറ്റവും ലോവസ്റ്റ് വൈബ്രേഷൻസ് മാത്രമാണ് നൽകാറുള്ളത്. ലോവസ്റ്റ് വൈബ്രേഷൻ ഓഫ് പെയിൻ, വേദനയുടെ വൈബ്രേഷൻസ് ആണ് നമ്മൾ അവർക്ക് നൽകാറുള്ളത്. മാത്രമല്ല, നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരെക്കുറിച്ചാണ് ചിന്തിക്കുക? അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് പറയുക? എൻ്റെ നഷ്ടം, എനിക്കാണ് നഷ്ടപ്പെട്ടത്, അവരില്ലാതെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക? അവരില്ലാതെ എൻ്റെ വീട് എങ്ങനെയായിത്തീരും? എൻ്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷവും ഇല്ലാതായി. ഞാൻ 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 എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അറ്റാച്ച്മെൻറ്റ് ഇസ് വെരി സെൽഫിഷ്. ഇതെല്ലാം നമ്മുടെ സ്വാർത്ഥതയാണ്. അതാണിത് കാണിക്കുന്നത്. ആ സമയത്ത് മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാനുള്ള ശക്തി തന്നെ നമുക്കില്ലാതാകുന്നു. നമ്മൾ അവനവനെക്കുറിച്ച് മാത്രമേ അപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ ഞാൻ. സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ആരെക്കുറിച്ചാവും ചിന്തിക്കുക? അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അവനവനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അറ്റാച്ച്മെൻ്റ് ആണെങ്കിൽ ഞാൻ എന്ന് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. എന്നാൽ സ്നേഹമാണ് ഉള്ളതെങ്കിൽ നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കും. അവർക്കിനി എന്താണ് നൽകേണ്ടത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കും. നമ്മൾ വളരെ ശ്രദ്ധയോടെ ആ സിറ്റുവേഷനെ നോക്കി കാണുകയാണെങ്കിൽ നമ്മുടെ വേദനയേക്കാൾ
കൂടുതലായി നമുക്ക് ആത്മാവിൻ്റെ വേദന കാണാൻ കഴിയും. ഒരു ആത്മാവ് ശരീരം ഉപേക്ഷിച്ച് പോകുമ്പോൾ ആ ആത്മാവിന് വൈബ്രേഷൻസ് ക്യാച്ച് ചെയ്യാനുള്ള പവർ വളരെയധികം വർദ്ധിക്കും. സാധാരണയായി തന്നെ നമുക്ക് പരസ്പരമുള്ള വൈബ്രേഷൻസ് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ നമ്മുടെ മനസ്സിൽ ധാരാളം കാര്യങ്ങൾ കെട്ടുപിണഞ്ഞു കിടക്കുന്നതുകൊണ്ട് നമുക്ക് ആരുടെയും വൈബ്രേഷൻസ് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു ആത്മാവ് ശരീരം ഉപേക്ഷിച്ച് പോകുമ്പോൾ ആ ആത്മാവിൻ്റെ വൈബ്രേഷൻസ് ക്യാച്ച് ചെയ്യാനുള്ള പവറും റേഡിയേറ്റ് ചെയ്യാനുള്ള പവറും വളരെ വർദ്ധിച്ച രീതിയിൽ മറ്റൊരു ലെവലിലേക്ക് തന്നെ എത്തിച്ചേരുന്നു. മാത്രമല്ല അടുത്ത 7-8 മാസങ്ങളിൽ ഈ ആത്മാവ് ഒരു അമ്മയുടെ ഗർഭത്തിലാണ് ഇരിക്കുന്നത്. അമ്മയുടെ വയറ്റിലാണെങ്കിലും ആത്മാവ് ഒരു ഡിറ്റാച്ച്ഡ് അവസ്ഥയിലാണ് ഉണ്ടാവുക. എന്തെന്നാൽ പുതിയ ശരീരത്തോടും പുതിയ കുടുംബത്തിലെ അംഗങ്ങളോടും ആ ആത്മാവിന് യാതൊരു വിധത്തിലുള്ള അറ്റാച്ച്മെൻറ്റും ഉണ്ടാവാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ ആത്മാവിൻ്റെ ക്യാച്ചിങ് പവർ വളരെ ഹൈ ആണ്. എത്ര കാലം ആ ആത്മാവിന് ഡിറ്റാച്ച്ഡായി ഇരിക്കേണ്ട അവസ്ഥയുണ്ടോ അത്രയും കാലം പഴയ കുടുംബത്തിന് ദുഃഖവുമായി പൊരുത്തപ്പെടാൻ പരിശ്രമിക്കേണ്ടി വരുന്നു. പതുക്കെ പതുക്കെ നമ്മളെല്ലാവരും അതിനോട് പൊരുത്തപ്പെടും. നമ്മൾ സ്വയം സമാധാനിപ്പിക്കാനും തുടങ്ങും. നഷ്ടം എപ്പോഴും നിലനിൽക്കും. ആ ഒഴിവ് എപ്പോഴും അതുപോലെ തന്നെ ഉണ്ടാവും. എന്നാൽ വിഷമം, സങ്കടം, എപ്പോഴുമുള്ള കരച്ചിലൊക്കെ 4, 6, 8 മാസങ്ങളിൽ പതുക്കെ ഇല്ലാതാവും. എന്നാൽ അതേ 8 മാസങ്ങളിൽ തന്നെയാണ് ആ കുട്ടിയുടെ ഭാഗ്യം അമ്മയുടെ വയറ്റിനകത്ത് രൂപപ്പെടുന്നത്. അതേ 8 മാസത്തിലാണ് ആ കുട്ടി തൻ്റെ ഭാഗ്യത്തെ നിർമ്മിക്കുന്നത്. വിഷമത്തെ മറികടക്കാനും നമുക്ക് അത്രയും സമയം തന്നെ എടുക്കും. പക്ഷേ അതേ 8 മാസങ്ങൾ ആ ആത്മാവിന് വളരെ പ്രാധാന്യം നിറഞ്ഞതാണ്. സാരമില്ല, കരഞ്ഞോട്ടെ, സമയമെടുക്കും എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. ഈ കുറച്ചു സമയങ്ങളിൽ തന്നെയാണ് ആ ആത്മാവ് ആ സങ്കടത്തിൻ്റെ വൈബ്രേഷൻസും ക്യാച്ച് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും കരയുന്നതായിരിക്കും നല്ലത്. കാരണം അപ്പോൾ അതിൻ്റെ ഫലം വളരെ കുറവായിരിക്കും. ഈ 8 മാസങ്ങൾക്കുള്ളിൽ ആ ആത്മാവ് ഒരു പുതിയ ശരീരത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ അവിടെ ആ ആത്മാവിന് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുക എന്നുകൂടി നോക്കാം. ആത്മാവിൻ്റെ പുതിയ സംസ്കാരങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. കാരണം ആ ആത്മാവിൻ്റെ വൈബ്രേഷൻസ് ക്യാച്ച് ചെയ്യാനുള്ള പവർ അത്രയധികമാണ്. പുതിയ ശരീരം ഉണ്ടാകുന്നു. പുതിയ ശരീരം എങ്ങനെയാണ് വേണ്ടത്? പുതിയ ശരീരത്തിനായി നമ്മൾ എങ്ങനെയുള്ള ബ്ലെസ്സിങ്സ് ആണ് ആത്മാവിന് നൽകേണ്ടത്? റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞാൽ തോന്നും ആത്മാവ് അവിടെ എവിടെയോ സമാധാനമായി ഇരിക്കുകയാണ് എന്ന്. ആത്മാവ് ഇവിടെയുള്ള ശരീരത്തെ വിട്ട് വേറെ എവിടെയോ പുതിയൊരു ശരീരത്തിലേക്കാണ് പോയിരിക്കുന്നത്. എ ന്യൂ ബോഡി ഈസ് ഗെറ്റിംഗ് ക്രിയേറ്റഡ്. നമ്മൾ അയക്കുന്ന വൈബ്രേഷനുകളിലൂടെ ആ ആത്മാവിൻ്റെ പുതിയ സംസ്കാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പുതിയ കുടുംബം അയക്കുന്ന വൈബ്രേഷൻസിലൂടെ ആത്മാവ് സംസ്കാരങ്ങളെയും അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ആ ആത്മാവിൻ്റെ ഭാഗ്യം നിർമ്മിക്കപ്പെടുന്നത്. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഏത് തരത്തിലുള്ള വൈബ്രേഷൻസ് ആണ് ആ ആത്മാവിന് അയക്കേണ്ടത്? ആ ആത്മാവിന് ഏറ്റവും ഉയർന്ന വൈബ്രേഷൻസ് മാത്രമാണ് നമ്മൾ നൽകേണ്ടത്. മാത്രമല്ല ആ ആത്മാവ് ഇപ്പോൾ മരണത്തെ നേരിട്ട് മുന്നിൽ കാണുക കൂടി ചെയ്തതാണ്. ഭൂരിഭാഗം മനുഷ്യരും മരിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് എന്ന് നമുക്കറിയാം, അല്ലേ? നിങ്ങൾ ആരെങ്കിലും മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, അല്ലേ? എല്ലാവർക്കും ഒരു ദിവസം മരിക്കേണ്ടി വരും. അത് നമുക്കറിയാം. ഉറപ്പായ ഒരു കാര്യത്തെ ഫേസ് ചെയ്യാൻ നമ്മൾ റെഡിയല്ല. നമുക്കാർക്കും മരിക്കാൻ ഇഷ്ടമല്ല. പക്ഷേ ആ നിമിഷം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്കെല്ലാവർക്കും പോകേണ്ടി വരും. വളരെ ഡിറ്റാച്ച്ഡ് ആയ ഒരു രീതിയിൽ നമ്മൾ ജീവിതം ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്നത് നമുക്ക് വളരെ ഈസിയായി മാറും.
ഈസിയായി ഈ ശരീരത്തെ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുടുംബത്തിനും വളരെ നല്ല വൈബ്രേഷൻസ് നൽകിക്കൊണ്ടാണ് പോവുക. നമ്മുടെ കുടുംബം നമുക്ക് എങ്ങനെയുള്ള വൈബ്രേഷൻസ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്? ഇതാണ് പ്രധാനം. മറ്റൊരു ശരീരമെടുക്കുന്ന ആത്മാവിന് നമ്മൾ എങ്ങനെയുള്ള വൈബ്രേഷൻസ് ആണ് നൽകേണ്ടത്? എപ്പോഴും ഒരു കാര്യം ഓർമ്മിക്കണം. നമുക്ക് ഒരു ഫാമിലി മെമ്പറിനെ മാത്രമാണ് നഷ്ടപ്പെട്ടത്. എന്നാൽ ആ ആത്മാവിന് മുഴുവൻ കുടുംബവുമാണ് നഷ്ടപ്പെട്ടത്. നമ്മുടെ ചുറ്റും ബാക്കിയുള്ള എല്ലാ കുടുംബാംഗങ്ങളും ഉണ്ട്. എന്നാൽ ആ ആത്മാവിൻ്റെ കൂടെ മറ്റാരും പോയിട്ടില്ല. ആ ആത്മാവിൻ്റെ കൂടെ കുടുംബാംഗങ്ങൾ ആരുമില്ല. ആ ആത്മാവിന് തൻ്റെ ശരീരം നഷ്ടപ്പെട്ടു. ഇത്രയും കാലം കഠിനാധ്വാനം ചെയ്തതെല്ലാം ഇല്ലാതായി. ആ ആത്മാവിൻ്റെ ഭാവിയിലേക്കുള്ള പ്ലാനുകൾ, ആഗ്രഹങ്ങൾ ഒന്നും നടന്നില്ല. ഇപ്പോൾ എല്ലാം ഇല്ലാതാവുകയാണ് ചെയ്തത്. ഇനി പറയൂ, ഇതിൽ ആരുടെ നഷ്ടമാണ് ഏറ്റവും വലുത്? ആർക്കാണ് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്? ആ ആത്മാവിന്. അതെ, ആ ആത്മാവിൻ്റെ നഷ്ടങ്ങളാണ് വലുത്. ഇത് തിരിച്ചറിയാനായി നമ്മൾ നമ്മുടെ വിഷമങ്ങളെ മറികടന്ന് ആ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. അപ്പോൾ മാത്രമേ ആ ആത്മാവിന് എന്തെല്ലാമാണ് നഷ്ടപ്പെട്ടത്, ആ ആത്മാവ് എത്രയധികം വേദനയിലാണുള്ളത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അവർക്ക് ഇത്രയൊക്കെ നഷ്ടപ്പെട്ടു. അവർ ഇത്ര വലിയ വിഷമത്തിലാണ് ഉള്ളത് എന്ന് തിരിച്ചറിയുമ്പോൾ അപ്പോൾ മാത്രമേ നമുക്ക് അവർക്ക് വേണ്ടി ബ്ലെസ്സിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ബ്ലെസ്സിങ്സ് എന്നാൽ ഹൈ എനർജി വേർഡ്സ്. അല്ലാതെ കരഞ്ഞുകൊണ്ട് ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്ന് പറയുന്നതല്ല ബ്ലെസ്സിങ്സ്. ബ്ലെസ്സിങ്സ് എന്നാൽ എൻ്റെ ഓരോ ചിന്തകളും ഹൈ വൈബ്രേഷണൽ വേർഡ്സ് കൊണ്ട് നിറഞ്ഞതാകണം. ഹൈ വൈബ്രേഷണൽ തോട്ട്സ്. നിങ്ങൾ എന്തിനാണ് എന്നെ വിട്ടുപോയത് എന്ന് പറയുന്നത് ബ്ലെസ്സിങ്സ് അല്ല. നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് പറയുന്നതും ബ്ലെസ്സിങ്സ് അല്ല. ഇത്തരം പറച്ചിലുകളിൽ നിന്നും നമ്മൾ ഷിഫ്റ്റ് ആകണം. താങ്കൾ ഞങ്ങളുടെ കൂടെ ജീവിച്ച ഓരോ നിമിഷത്തിനും കോടി കോടി നന്ദി പറയുന്നു. നന്ദി. പരാതി പറഞ്ഞുകൊണ്ട് അവരെ യാത്രയയക്കരുത്. എങ്ങനെയാണ് മറ്റുള്ളവരെ യാത്രയയക്കുക? നിങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നു എന്ന് കരുതുക. അവർ കുറച്ചു സമയത്തേക്കാണ് വരുന്നത്. അവരുടെ അടുത്ത അപ്പോയിൻമെൻറ്റ് ഫിക്സ്ഡ് ആണ്. നിങ്ങൾ എത്ര തന്നെ രസമായി അവരുടെ കൂടെ ജീവിക്കുകയാണെങ്കിലും അവരുടെ അപ്പോയിൻമെൻറ്റ് ഫിക്സ്ഡ് ആണ്. അവർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു, നമ്മുടെ കൂടെ കുറച്ചു സമയം ചെലവഴിക്കുന്നു. അത് 1 മണിക്കൂറാവാം, 10 വർഷമാകാം, 50 വർഷവും ആകാം. എത്ര സമയം നമ്മുടെ കൂടെ നിന്നു എന്നത് പ്രശ്നമല്ല. അവർ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു, നമ്മുടെ കൂടെ സമയം ചെലവഴിച്ചു. ഇപ്പോൾ അവർ തിരികെ പോവുകയാണ്. തിരികെ പോകുമ്പോൾ നമ്മൾ പരാതി പറഞ്ഞുകൊണ്ട് അയക്കാൻ പാടുമോ? ഇല്ല. അവരോട് നമ്മൾ ധാരാളം തവണ നന്ദി പറയണം. നന്ദി പറയുമ്പോൾ തന്നെ വൈബ്രേഷൻ എത്ര ഉയരത്തിലേക്കായി മാറും? വളരെ ഹൈ ആവും അല്ലേ? നിങ്ങളില്ലാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്ക് പീസ്ഫുള്ളായി റെസ്റ്റ് ചെയ്യാൻ കഴിയുമോ? റെസ്റ്റ് ഇൻ പീസ് എന്നാൽ ആ ആത്മാവിൻ്റെ മനസ്സ് ശാന്തമായി ഇരിക്കട്ടെ എന്നാണ് അർത്ഥം. എന്നാൽ ഏതുവരെ നമ്മുടെ മനസ്സ് അശാന്തമായി ഇരിക്കുന്നുവോ അതുവരെ അവർക്ക് ശാന്തമായി ഇരിക്കാൻ കഴിയുമോ? ഇല്ല. കാരണം നമ്മുടെ അശാന്തമായ വൈബ്രേഷൻസ് മുഴുവൻ ദിവസവും അവരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വൈബ്രേഷൻസ് നമ്മളുമായി കണക്റ്റഡ് ആണ്. അവർക്ക് പുതിയ കുടുംബാംഗങ്ങളുമായി യാതൊരു കണക്ഷനും ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതിനാൽ അവർ നമ്മുടെ എല്ലാ വൈബ്രേഷൻസിനെയും ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ആത്മാവ് ഈ ശരീരം ഉപേക്ഷിച്ചാൽ എങ്ങനെയുള്ള ചിന്തകളാണ് എന്നിലേക്ക് വരേണ്ടത്? എങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ കുടുംബം നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നത് കേൾക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്?
നിങ്ങൾ അവരുടെ കൂടെ ജീവിച്ചിരുന്ന ആ കാലങ്ങളെ അവർ നന്ദിയോടെ ഓർക്കുന്നു. താങ്കളില്ലാതെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്ന് താങ്കൾ ആഗ്രഹിക്കുമോ? പറയൂ. നിങ്ങൾ എന്ത് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്? രാവിലെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറമേക്ക് ഇറങ്ങുന്നു. ഓഫീസിലേക്ക് പോയാൽ ഇടയ്ക്ക് നിങ്ങൾ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ചോദിക്കും, വീട്ടിലെല്ലാം ഓക്കെ അല്ലേ? ഇതിനു മറുപടിയായി എല്ലാവരും ഒരു വാചകം തന്നെയാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, എല്ലാം ഓക്കെയാണ്. നമുക്ക് ഈ ഒരു വാചകത്തെ കുറച്ചുകൂടി നല്ലതാക്കി ചിന്തിക്കാം. എല്ലാം വളരെ വളരെ നന്നായി നടക്കുന്നു. പോകുന്നവരെ ഇങ്ങനെ ഒരു അനുഗ്രഹം നൽകിയിട്ടാണ് നമ്മൾ അയക്കേണ്ടത്. താങ്കൾ ഞങ്ങളെപ്പറ്റി ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. ഞങ്ങളെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ഇവിടെയെല്ലാം നന്നായി തന്നെയാണ് നടന്നിരുന്നത്. ഇപ്പോഴും എല്ലാം നന്നായി നടന്നുകൊണ്ടിരിക്കുന്നു. താങ്കൾ ഞങ്ങൾക്ക് എന്തെല്ലാമാണോ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു തന്നിരുന്നത്, ഞങ്ങൾ അതിനെയെല്ലാം കുറച്ചുകൂടി നന്നായി ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഇങ്ങനെ ആ ആത്മാവിനെ യാത്രയയക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ പോലും നമുക്ക് മംഗളം കാണാൻ കഴിയും. ആ സന്ദർഭത്തിൽ എന്ത് മംഗളമാണ് ഉള്ളത്? ആത്മാവ് തൻ്റെ പുതിയ യാത്രയിൽ ഏത് വൈബ്രേഷനോട് കൂടിയാണ് സഞ്ചരിക്കുന്നത്? പ്യുവർ, പവർഫുൾ, കളക്റ്റീവ് എനർജി, ഗുഡ് വൈബ്രേഷൻസ്. ഇതിലൂടെയൊക്കെ തന്നെ അവരുടെ ഭാഗ്യം ഓട്ടോമാറ്റിക്കായി എങ്ങനെയായി മാറും? വളരെ നല്ലതായി മാറും. മാത്രമല്ല, അവരുടെ ആദ്യത്തെ കുടുംബവും ഇതുപോലെയുള്ള നല്ല ചിന്തകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരുടെയും സ്ഥിതി എങ്ങനെയാകും? അവരുടെ സ്ഥിതിയും ഹൈ ആകും. ഇതാണ് മംഗളം. ഇതാണ് ആ സന്ദർഭത്തിലുള്ള മംഗളം. ഇനി നമ്മൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ കുടുംബത്തിൽ എപ്പോഴും സങ്കടമായിരിക്കും ഉണ്ടാവുക. വിഷമങ്ങളിൽ ഏറ്റവും ലോവസ്റ്റ് എനർജിയാണ് നിറഞ്ഞിട്ടുള്ളത്. ലോവസ്റ്റ് എനർജി നിറഞ്ഞ തോട്ട്സാണ് ആ കുടുംബം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കിനി ജീവിക്കുകയേ വേണ്ട, എൻ്റെ ജീവിതത്തിന് യാതൊരു ലക്ഷ്യവുമില്ല. അങ്ങനെ വളരെ ലോ ആയിട്ടുള്ള ചിന്തകൾ ആ കുടുംബം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. വളരെ താഴ്ന്ന ചിന്തകൾക്ക് ഒരു ലിമിറ്റുമില്ല, ഹൈ ആയ ചിന്തകൾക്കും ഒരു ലിമിറ്റുമില്ല. ഏറ്റവും ലോ ആയതിൽ നിന്നും നമ്മൾ ഏറ്റവും ഹൈ ആയതിലേക്ക് ഉയരണം. എല്ലാ പരിതസ്ഥിതികളിലും മംഗളമുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം, ഏത് പരിതസ്ഥിതിയിലും നമ്മുടെ ചിന്തകൾ ഹൈ ആയിരിക്കണം എന്നാണ് അർത്ഥം. നമ്മൾ എത്രയധികം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുവോ, ഞാനൊരു ആത്മാവാണ് എന്ന അവബോധം പ്രാക്ടീസ് ചെയ്യുന്നുവോ, അപ്പോൾ മരണത്തെ നമുക്ക് ശരിയായ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണാൻ കഴിയും. മരണമെന്നാൽ ഒരു കോസ്റ്റ്യൂമിൽ നിന്നും മറ്റൊരു കോസ്റ്റ്യൂമിലേക്കുള്ള മാറ്റം മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയും.